പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ PPD. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിലോ ഡെലിവറി ടൈമിലോ സ്ത്രീകൾക്കുണ്ടാകുന്ന ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് പോലെയുള്ള പ്രശ്നങ്ങളെയാണ്. ഇതിന് പല രീതിയിലുള്ള സിംറ്റംസ് ആണ്. പ്രത്യേകിച്ച് മൂഡ് സ്വിങ്സ്, ഹോപ്പ്ലെസ്നെസ്, സാഡ്നെസ്, എംപ്റ്റിനെസ്, ഡിപ്രസീവ് മൂഡ്സ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ്, സ്ലീപ്പിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസസ്, വിശപ്പില്ലായ്മ, എപ്പോഴും ക്ഷീണം, ഗിൽറ്റ് തോന്നുക, അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ വരിക. പ്രഗ്നൻസിയുടെ 3rd ട്രൈമസ്റ്റർ മുതൽ സ്ത്രീകളിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഡ്രമാറ്റിക്കലി അത് ആഫ്റ്റർ ബർത്തും ഉണ്ടാകുന്നുണ്ട്. ഒരു ബേബിയുടെ വരവിലൂടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്, ഫിസിക്കലി, ഇമോഷണലി. ഈ ഒരു സമയം സ്ലീപ്പിന് വളരെയധികം ഡിസ്റ്റർബൻസസ് ഉണ്ടാകും, ന്യൂ റെസ്പോൺസിബിലിറ്റീസ് വരും. ഈ കാരണങ്ങളൊക്കെ വളരെ രീതിയിലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ കോസസ് പല രീതിയിലാണ്. പ്രീവിയസ് എക്സ്പീരിയൻസ് വിത്ത് ഡിപ്രഷൻ ഓർ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ ഓർ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, ട്വിൻസ്, ട്രിപ്ലെറ്റ്സ് പോലെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ജനനം, ടീനേജ് സമയത്തുണ്ടാകുന്ന പ്രഗ്നൻസി, പൂർണ്ണ വളർച്ചയ്ക്ക് മുമ്പുണ്ടാകുന്ന ഡെലിവറി, പ്രഗ്നൻസി ടൈമിലും ബർത്ത് ടൈമിലും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, പ്രസവശേഷം കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, അങ്ങനെ ഈ പല രീതിയിലുള്ള കാരണങ്ങളാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അമ്മമാർക്ക് ഉണ്ടാകാൻ കാരണമാകുന്നത്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിന് മെഡിക്കൽ അറ്റൻഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് വേദനകളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഈ ഒരു സമയത്ത് പാർട്ട്ണറുടെ കെയർ ആൻഡ് അറ്റൻഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.